gulp it down. Yeah, honeybee. അതെന്താ മച്ചാൻ ഞങ്ങളോട് പറയാന്? ഞങ്ങൾ കാശടം ചോദിക്കുന്നത് വിചാരിച്ചിട്ടാണ്. എന്റെ പ്രോബ്ലം അതല്ല മാൻ. ഇന്നലെ പരിചയപ്പെട്ട ഏഞ്ചലിനോട് ലൈഫിലെ ലിറ്റിൽ തിങ്സ് പോലും ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. വന്ന് മെയിൽ ബോണ്ടിങ്സിന് സുലൈമാനിക്കട കടയിൽ ഉരുളക്കിഴങ്ങ് പോണ്ട വില പോലും ഇല്ലാണ്ടായി. ആന്ന് മച്ചാന് ചിക്സിന്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ എന്ത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം. മച്ചാനെ ചുമ്മാ സീൻ ടെസ്റ്റ് ചെയ്ത് കച്ചറാക്കല്ലേ. ഞാൻ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ട അന്ന് തന്നെയാണ് ഏഞ്ചലിനെ പരിചയപ്പെട്ടത്. അതുകൊണ്ട് അത് വിട്. അതങ്ങനെ വിടാനാണ് അല്ലേ പറഞ്ഞോ? ഓക്കെ ബ്രോ, നമുക്ക് ആദ്യ കൂതിയ പേത്താൻ തുടങ്ങാം. ഹൂ ആർ യു ആൻഡ് വാട്ട് ആർ യു? ടെൽ ദ ട്രൂത്ത്. ടെൽ മീ. സമാധാനത്തിന് വേണ്ടിയാണ് മച്ചാനെ ഞാൻ വീട് വിട്ടത്. വാട്ട് യു മീൻ? വാട്ട് ഐ സെഡ്. എന്റെ അമ്മോ, ഇതെന്താ സൂര്യസമയുടെ നാടകോ? ഒന്ന് കഥ കേൾക്കും. കഥയാണാ? ഒന്നും മിണ്ടാതിരുന്ന മച്ചാനെ. യുവർ സ്റ്റോറീസ് ഈസ് ഇൻ ദ മണി പേഴ്സ്. അഡ്വക്കേറ്റ് തമ്പി ആന്റണി പൊളിച്ചു റോച്ചണ്ടക്ക. ഈ സിനിമയിലൊക്കെ കാണുന്ന തിലകനായിരുന്നു മച്ചാനെ എന്റെ അപ്പൻ. ഏത് സിനിമയില? കുറെ സ്പടികവും കുറച്ച് നരസിംഹവും. പോടാ. വീട്ടില് പപ്പയും മമ്മയും ബന്ധുക്കളും ജോലിക്കാരും എല്ലാരും പഠിപ്പിസ്റ്റുകളായിരുന്നു മച്ചാനെ. കാശ്, പണം, തുട്ട്, മണി ഇതല്ലാതെ ഒന്നിനും വിലയില്ലായിരുന്നു മച്ചാനെ. പക്ഷെ നിനക്ക് ശാസ്ത്രജ്ഞനാവാനായിരുന്നു ഇഷ്ടം. പിന്നെ മാങ്ങാത്തുലിയാണ്. ബോധമുള്ള ആരെങ്കിലും ശാസ്ത്രജ്ഞനാവും. മച്ചാനെന്താക്കാനാണ് മറ്റേ മടിക്കിട്ടടിക്കണ മെഷീനാ. പക്ഷെ എനിക്ക് ശാസ്ത്രജ്ഞനാവണ്ടായിരുന്നു മച്ചാനെ. പിന്നെ സിനിമ നടൻ. ചിരിച്ചേണ്ട കാര്യമൊന്നുമില്ല മച്ചാനെ. ഈ സിനിമയുടെ വിളി എന്നൊക്കെ പറഞ്ഞ ഒരു ഐറ്റം. ആ വിളി വന്നു കഴിഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റൂല. നീ പറ മച്ചാനെ. ഓർമ്മ യെസ് ഓഫ് കോഴ്സ്. കാല് പിടിച്ച് പറഞ്ഞിട്ടും അപ്പൻ ഡാർക്ക് സ്റ്റാൻസിൽ തന്നെ നിന്നു. പിന്നെ രാത്രി ഇന്ന് രാവിലെ ഓസ്ട്രേലിയക്ക് ബാക്ക് ചെയ്ത് തോന്നിയപ്പോ ഞാൻ സ്കൂട്ടായി. ബാക്കി കഥയൊക്കെ ഞങ്ങൾക്കറിയാം. ബട്ടോൾസ് ഇപ്പൊ എന്താണ് പ്രശ്നം? മച്ചാനിപ്പോ ഡാഡി മമ്മിയൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു ഓഫൺ സീനാണ്. അതിപ്പോ പുണ്യാളന്മാർക്ക് ഒരു ഡാർക്കാവോ? പിന്നെ അവർക്കെന്ത് ഡാർക്കാവാൻ? അവര് നാറണ്ട എന്തായാലും നാറി. ഇനിയിപ്പോ ഏത് തണ്ടിയായാലും അവര് മാരി ചെയ്ത് കൊടുക്കും. ഓബിയസ്ലി അവര് കെട്ടിച്ചേരും. പക്ഷെ അതല്ല ബ്രോ. പിന്നെന്താണ് മച്ചാന്റെ ഫാമിലി പ്രോബ്ലോ? അങ്ങനെയാണെങ്കിൽ ഡോണ്ട് വറിട്ടാ. ഈ ലോകത്തിൽ ഞാൻ വിചാരിച്ച കയ്യിലെടുക്കാൻ പറ്റാത്ത ഡാഡി മമ്മി ഒന്നും. ഡാഡി മമ്മി എന്ന് ലോഡ്സ് ഓഫ് അണിയും ചെയ്തിട്ട് ഒറ്റ വിളിയാണ്. വിളിയല്ല വളിയാണ്. ഇവന്റെ ഊള തമാശം കെട്ടിട്ട് തിരിച്ചോടാ. വെറുതെ അല്ല ഇവൻ ചീത്തയായി പോയത്. അതല്ല മച്ചാനെ. അവരിപ്പോ ഞാൻ പോയി പറഞ്ഞ ഹാപ്പി ആയിട്ട് പച്ച കാണിക്കും. അത്രയ്ക്ക് സ്നേഹവും കാര്യമൊക്കെയാണ്. അല്ല തന്റെ പത്തിലാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമൊക്കെയാണ്. തിലകൻ എന്ന് പറയുമ്പോ ഈ മനസാക്ഷി ഇല്ലാത്ത ആളായിട്ടൊന്നും കാണരുത്. തൊണ്ട് പൊളിച്ചു ചെല്ലുമ്പോ സവളക്കകത്ത് ഒന്നും ഉണ്ടാവില്ല മച്ചാനെ. പൊള്ളയാണ്, വെറും പൊള്ള. മുട്ടക്കകത്തും കവിതയോ? ഇവനെന്താണ് ഈ അടിക്കണ്? അപ്പോ നമ്മ പറഞ്ഞു വന്നത് ലോട്ട്സ് ഓഫ് ലവ് കൊണ്ടുള്ള വെരി സ്ട്രിക്റ്റ് ആണ് അല്ലേ? അവർക്കും ഉണ്ടാവില്ലേ മച്ചാനെ ഒറ്റ മോന്റെ മാരേജ് എന്ന് പറയുമ്പോ ചില സ്വപ്നങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ നിർത്തി അടുക്കളയിൽ കമ്പനിക്ക് ആളെ വേണമെന്ന് പറയുമ്പോ ആദ്യം ഒന്ന് ഉടക്കി പിന്നെ ആ ഫോട്ടോ നോക്കി അമ്മയുടെ ഇഷ്ടം എന്ന് പറയുമ്പോ അമ്മയുടെ ഒരു ചിരി, കവളത്തൊരു ഉമ്മ, ലൈക്ക് ദാറ്റ്. മച്ചാൻ ഇതിപ്രാവിലെ കുഞ്ചാക്കോ സീനായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. പാവം ഞങ്ങളൊരേ കൂട്ടുകാര് തൊറയിലാശാന്റെ കൂട്ടുപിടിച്ച് കല്യാണമൊക്കെ സെറ്റ് ചെയ്തപ്പോഴേക്കും വേണ്ട, അനുഗ്രഹിക്കണം, ശപിക്കരുത്. അവസാനം ഇടിയൊക്കെ നമുക്ക്. മച്ചാന് കയ്യടി സാറ്റലൈറ്റ് പോസ്റ്ററിൽ പടവും. എന്റെ ദൈവമേ, അവനെ സംസാരിക്കാൻ ടൈം കൊടുത്തല്ലേ ഇവന് വെറുതെ ഡയലോഗ് എടുത്ത് റേപ്പിങ്ങിന്റെ ബാക്കടെ വന്നേ ചുമടിച്ചേ. എനിക്ക് അറിയില്ല മച്ചാനെ. എനിക്ക് ആലോചിച്ചിട്ട് എന്നെ തലവേദന എടുക്കുന്നു. ഡിഫിക്കൽട്ട് തിങ്കിങ്. എന്റെ മനസ്സിലൊരു സ്മോൾ ഐഡിയ വരണുണ്ട്. എന്താണ് മച്ചാനെ? വർക്ക്ഔട്ട് ആവുന്ന നോക്കട്ടെ, എന്നിട്ട് പറയാം. അത് ശരിയാണ്. അല്ലെങ്കിൽ മച്ചാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മുടക്കും. ഒരെണ്ണം ചോദിച്ചടാ. ഇതെന്തൊരു മാങ്ങാത്തൊരു പരിപാടിയാണ്. അപ്പൊ അവനിവിടെ പ്രേമിക്കാൻ നടന്നതൊന്നും ആലോചിച്ചില്ലേ? അല്ല, പ്രേമിക്കാൻ നടന്നല്ലോ മികാലേട്ടാ. അവര് പ്രേമിച്ച് പോയതല്ലേ അല്ലേ? ഒരുമാതിരി ചാണാത്തി ചോട്ടി പോലെ അലാക്ക് പണി. ഞാൻ പറയാം, അവനെ പിടിച്ച് നാലാക്കി മടക്കി കെട്ടടാ വന്നീന്ന് പറയും. അവൻ കെട്ടും. ഒന്നും മിണ്ടാണ്ടിരിടാ. ബാങ്കുകാർക്ക് വേണ്ടി ചികിത്സിക്കാത്ത ബോട്ട് പൊക്കണ പോലെയാണ് ചെക്കനെ വഴി കൊടുന്ന് പെങ്ങളെ കടിക്കണത്. അതല്ലേട്ടെ, അറാമ്പറപ്പാണെങ്കിൽ അറാമ്പറപ്പ്. നമുക്ക് നമ്മുടെ കൊച്ചിനെ സേഫ് ആക്കണം. അതെ, നിങ്ങ എന്തിനാണ് ഇതിന് ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കണത്? അവൻ അവന്റെ അപ്പനെ അമ്മനെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട്. അത് അവനും അവന്റെ വീട്ടുകാരെ ഇഷ്ടമുള്ളോണ്ടല്ലേ, ഏഞ്ചലിനെ ഇഷ്ടമുള്ളോണ്ടല്ലേ. അവൻ ഏഞ്ചലുമായിട്ട് ഇഷ്ടമുള്ള കാര്യം അവിടെ പറയാനായിട്ട് വിഷമമുണ്ട്. വേണ്ട, പറയണ്ട. നിങ്ങൾ ഇവിടുന്ന് ഒരു പുതിയ ആലോചനയായിട്ട് അവന്റെ വീട്ടിലോട്ട് അങ്ങ് ചെല്ല്. നമ്മൾ അവനെ ഏതെങ്കിലും
ഡാൻസ് പ്രോഗ്രാം വെച്ച് കണ്ട അങ്ങ് ഇഷ്ടപ്പെട്ട് എന്തേ? ദൈവം ഒന്നിപ്പിച്ചവരെ മനുഷ്യൻ വേർപിരിക്കാതിരിക്കും. കണിക്കുഴിശ്ശേരി തറവാട്. തറവാടിന്റെ വിളക്കും വെളിച്ചവുമായി പകലന്തിയോളം എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കുന്ന ഇവൾ മിനിക്കുട്ടി. ചുണ്ടിൽ പതയുന്ന ചിരിയും മനസ്സിൽ കാമഭ്രാന്തുമായി ചുറ്റിത്തിരിയുന്ന ചന്ദ്രഹാസൻ. നെഞ്ചിൽ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും പേറി തളർന്നുറങ്ങുന്ന ശേഖരൻ തമ്പി. ചതി പതിയിരിക്കുന്ന ചുവന്ന കണ്ണുകളുമായി രണ്ടാനച്ഛൻ വിഷ്ണുദത്തൻ. ഇന്ദിരാദേവി, നീ എന്റെ ഭാര്യയാണ്, അത് മറക്കരുത്. നിങ്ങളുടെ ആദ്യ ഭാര്യയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ രാജീവിനുണ്ടായ മകനും നമ്മുടെ വിവാഹത്തിന് മുമ്പ് എനിക്ക് ഡ്രൈവർ സോമശേഖരനുണ്ടായ മകനും ചേർന്ന് നമ്മുടെ വിവാഹത്തിൽ നമുക്കുണ്ടായ മകനെ തല്ലി. അത് ഞാൻ സഹിക്കില്ല. ഈ വിളി ഒരു വഴിത്തിരിവാകുമോ? കാത്തിരുന്ന് കാണുക. പതിവ്രത തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക്. ഷൂസ് ഇട്ടാണ് ഡൂഡിന്റെ കാലത്തിന്റെ 2 അടിക്കുന്ന പതിവുണ്ട്. കാലത്ത് കമ്പനിക്കാരെ വിളിച്ചപ്പോഴാണ് കൂടെ കിടക്കുന്ന ഭാര്യ വരുന്നത്. എന്ത് ചെയ്യാൻ? നീ വേറെ ഏതെങ്കിലും ഡൂണ്ടത്തപ്പ ഇന്നത്തേക്കെന്ന് പറഞ്ഞ് വിളിച്ചാൽ വേറെ ഏതെങ്കിലും ഒരു പോട്ടി മാസ്റ്റർ കിട്ടുമോ? പുട്ടും അപ്പവും പോട്ടി മുട്ടിച്ചാറും അല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ്സ്. അല്ല, ഞാൻ ചത്തെടുക്കാനുള്ള വിളിച്ചോളൂ. ഞാൻ മരിച്ചുകൊണ്ട് ബ്രോ ഒരു കൂളായിട്ടിരിക്കും. നമുക്ക് ഡീൽ ചെയ്യാന്ന്. ഷഡ്ഡി എത്ര കുണ്ടിയാണ് കിടന്നേ. ഞാൻ ഒന്നുകൂടി കയറിട്ട് കാണുന്ന പോലെ കാണിച്ചിട്ട് അങ്ങോട്ട് വരാം. പിന്നെ പുള്ളിനെ 2 സെക്കൻഡിൽ കൂടി നോക്കിക്കാൻ പറ്റൂല. പല്ലൊക്കെ പൊന്നിട്ട് ഭയങ്കര കോമഡി സീനാണ്. പിന്നെ അത് ഫ്ലെക്സ് വെച്ചാ എന്നോട് ബല ചേട്ടാ, ഫ്ലെക്സിന്റെ ആളല്ലേ? ഒരു മിനിറ്റ്. അതെ മോനെ, ഈ ചീക്കു ചേട്ടൻ എന്ത് പറ്റിയത്? അത് ഇന്നലെ രാത്രി പുള്ളി നൈസായിട്ട് മരിച്ചു പോയതാണ്. നൗസ് ഓക്കെ, അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. റെസ്റ്റ് ഇൻ പീസ് പീസ്. How much of custom is dad? Please change the stupid things, no? You just shut up and go, girl. You know, ആ ഗേളിനെ അവരൊക്കെ കൂടെ എണ്ണിട്ട് മിഷൻ പോലും ഉപയോഗിച്ചോണ്ടിരിക്കുക 24 hours. ഓ, ബിക്കാരായി പോയി. വാട്ട് ഈസ് ദിസ് ഡാഡി? ഡാഡി ഇവിടെ മോർണിംഗിൽ തന്നെ സ്റ്റുപ്പിഡ് സീരിയൽസും കണ്ടിരുന്നു. ഡാഡി അറിഞ്ഞ നമ്മുടെ ചീക്കുച്ചേട്ടൻ ഷൂസ് ഇട്ട് ആ ഏഞ്ചലിന്റെ കല്യാണത്തിന്റെ അത്താഴൂട്ട് നിന്നാ. ആൻഡ് ഈ ചീക്കുച്ചേട്ടനായിരുന്ന പോട്ടി മാസ്റ്റർ. ആൻഡ് യു നോ ഡാഡി, ഐ ആം ദ ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫുഡ്. ആ മമ്മി ഇവിടെ പുട്ട് കുത്തിക്കൊണ്ടിരുന്നോ? തന്നെ കുത്തുവോ? ആ കുടൽക്കറി മേക്കിംഗ് ചിക്കുച്ചേട്ടൻ ഈസ് നോ മോർ. ഓ ജീസസ്. സോ ടുഡേസ് ഫംഗ്ഷൻ ഹൂ കീപ്? മമ്മി, ഡു യു ബൈ ചാൻസ് നോയിങ് എനി പോട്ടി മാസ്റ്റർ സംതിങ് ലൈക്ക് ദാറ്റ്? വാട്ട് യു തിങ്ക് സോ മച്ച് മൈ ബോയ്? ഫുഡ് ഞാൻ വെക്കടാ. ബെസ്റ്റ് ആയിട്ട് ഐ വിൽ കീപ്. യെസ് ഫർനോ, ഹി വിൽ കീപ്. ഒന്ന് പോടിയപ്പനെ. പോടാ പട്ടി. എന്റെ പൊന്നു മമ്മി, ഡാഡി ഇവിടെ പാവങ്ങളുടെ 7 ഡിഷ് വെക്കണ പോലെ ഈസി അല്ല. ഇത് അത്താഴൂട്ടാണ്, ബിഗ് ഫംഗ്ഷൻ. ആൻഡ് സോ മെനി പീപ്പിൾസ് ആർ കമ്മിങ് ഫ്രം ബാംഗ്ലൂർ ആൻഡ് ഓൾ. അവരെ ഡാഡിയുടെ ഡാഡിക്ക് വിളിക്കും. അതെനിക്ക് ബിഗ് ഷെയിമാണ്. ഡാഡി, വേറെ ഏതെങ്കിലും ഗുഡ് പോട്ടി മാസ്റ്റർ അറിയാമെങ്കിൽ പറ. ആ കാക്രാൻ റീജിയനിൽ ഒരുത്തനുണ്ട്. ഓറി. ഊറിയോ? ഊറിയല്ലടാ സ്റ്റുപ്പിഡ് ബോയ്. ഓറി. ഓറി. ഫ്രീ ആണോ നോക്ക്. എന്റെ ശിഷ്യനാ. ശിഷ്യനല്ലാണ്ട് ആശാന്മാരൊന്നുമില്ല ഡാഡി. ശിഷ്യനൊന്നും നോക്കണ്ട. നൗ ഹീസിന്റെ വേറെ ലീഗാണ്. കിട്ടിയ ഭാഗ്യം. ബ്രോ, യു റീച്ച്? യു വെയിറ്റ്, ഐ വിൽ കം ഫാസ്റ്റ്. ഡാഡി, യു ഹാവ് എനി ഫോൺ നമ്പർ സംതിങ് ലൈക്ക് ദാറ്റ് ഓഫ് ദാറ്റ് ഓറി? നോ നീഡ് നമ്പർ അറ്റ് ഓൾ. ഗോ ആൻഡ് ആസ്കിയാ മതി. കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ ബാക്കിലാണ് ഓറി. കപ്പലോറി. ഷിപ്പിൽ കുക്കായിരുന്നു. ഓക്കെ, സീ യു മമ്മി. എടി, ഗോ ആൻഡ് സ്റ്റഡി സ്റ്റുപ്പിഡ് ഗെറ്റ്. ചെല്ല മാറ്റടി. കാറില്ല. അമ്പോ, നാടൻ പട്ടിക്കും ഷൂസാ. വിച്ച് ഈസ് ദിസ് ബ്രോ, ദിസ് കാർ? This is simply a marriage car. മച്ചാന്റെ വീട്ടുകാരെ സെറ്റപ്പ് ആണ്. എങ്ങനെയുണ്ട്? And where is the marriage boy? ദിപ്പങ്ങട് ഹോട്ടലിലേക്ക് ഓടുന്നു. ഇപ്പൊ പോയാ? അപ്പൊ അവൻ ഹോട്ടലിലല്ലേ? ഇല്ല, മച്ചാൻ ഇന്ന് രാത്രി ചാടി നമ്മളോട് കിടന്നത്. വൈ? പിന്നെ മച്ചാൻ അപ്പൻ്റെ അപ്പൻ്റെ ഒന്ന് മോത്ത് നോക്കാൻ പറ്റുള്ളൂ. അവരെയൊക്കെ വെറുതെ പൊട്ടം കളിപ്പിക്കണെന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ലാത്ത ഒടുക്കത്തെ സോഷ്യോളജിയാണ്. സോഷ്യോളജി അല്ല മാൻ, സൈക്കോളജി. എന്താണ്? Where is Sarah? ഇയാളാണ് ജോംബ്രിട്ടാസാ. ക്വസ്റ്റ്യൻസാ കേറിട്ടിട്ടേ പോവാ. എന്താണ് നിന്റെ സിസ്റ്ററെ കുറിച്ച് ചോദിക്കുന്ന ദേഷ്യം? After all, I am going to marry her. Go. ഇതെന്താണെന്ന് മോന്തേക്കും തിളങ്ങണ്ടല്ലോ. വെളുത്തിട്ടുണ്ടല്ലേ? ഞാൻ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു മാൻ. നമ്മളൊന്നും വിളിക്കരുതട്ടാ. മുടി വിട്ടില്ലേ? അതിന് ബ്രോ മുടി വിട്ടൂല്ലല്ലോ. അല്ല, എന്നാലും വിളിക്കാനുള്ള മര്യാദ കാണിക്കായിരുന്നല്ലോ. ഇവിടെ കുക്കില്ലാണ്ട് കൂട്ടുകാരനെ കല്യാണം മുടക്കുന്നു നിൽക്കണേണ്. അതെങ്ങനെയാണ്? ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മുഖത്ത് റോസ് പൗഡർ ഇട്ടുണ്ട് തലയിൽ ഗോപുരം മുടങ്ങുന്നു നടക്കണേണല്ലോ. നീ ഒന്ന് ഊതിയ അമ്പോ, കാലത്ത് അടിച്ചിട്ടുണ്ടല്ല. ഇതെവിടെ ഒപ്പിച്ചു? അതൊക്കെ ഞാൻ ഒപ്പിച്ച്. കുത്തന ജീവിതമാണ് എനിക്ക് ഇഷ്ടം. ഇതിപ്പോ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ വലുപ്പത്തിലും സാധനം മേക്ക് ചെയ്ത് തുടങ്ങിയ. എടാ കുള്ള, വണ്ടി കാക്കനാണ് കിടക്ക്. അവിടെ ഒരു ആശാനെ കിട്ടിയിട്ടുണ്ട്. എന്റെ ഡാഡിയുടെ ശിഷ്യനാണ് ആശാൻ.
ശിഷ്യനാണ് ആശാനാണ്? എടാ എന്റെ ഡാഡിയുടെ ശിഷ്യനാണ്, പക്ഷെ ആ ശിഷ്യനാണ് ഇപ്പൊ ആശാൻ. അങ്ങനെ പറ. വണ്ടി എടുത്തോട്ടെ. ഓ പോവല്ല. ഓ എന്താണ് സാർ ഇത്? 513 പ്ലീസ്. കാർ ഓൾറെഡി കളക്ട് ചെയ്തല്ലോ. ആര്? സാറിന്റെ അനിയൻ. അനിയനാ? കുറെ മുടിയൊക്കെ ഉള്ള അംബ്രോസ്. ഡ്യൂപ്ലിക്കേറ്റ് കീ തരട്ടെ? റൂമിലെ മിനി ബാറിൽ നിന്ന് 2 സാമ്പിൾ ബോട്ടിൽ വിസ്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സൈൻ ചെയ്തേരെ. ഹാപ്പി മാരിഡ് ലൈഫ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇല്ല സെൻസ് ലവേഴ്സ്, ഞാൻ ഏർപ്പാട് ചെയ്തതാണ്. അതെ, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അതെങ്ങനെ പറ്റിയത്? എപ്പോ ഉണ്ടെന്ന് ഞാനല്ലേ ഏർപ്പാട് ചെയ്തത്. ഓക്കെ സ്റ്റെൻസ് ലവേഴ്സ്, കിട്ടിയ ഉടനെ ഞാൻ വിളിക്കാം, തീർച്ചയായും വിളിക്കാം. വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ച് ഏർപ്പാട് ചെയ്യാം. അടിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇനിയെങ്ങനെ പൻപോളിയാണെങ്കിലാ. വയറിട്ടെന്നാ നീ പിടിക്കോ? ഇട്ടെന്ന് വയറൊന്നും പോരെ. ഒരു ഭർത്താവിന്റെ മാനം നോക്കേണ്ടത് ഭാര്യയുടെ കടമയാണെന്ന് കരുതി നീ എപ്പോഴും അങ്ങോട്ട് നോക്കിക്കട്ടാ. അച്ചട കാര്യം. അല്ലടാ ആന്റിയെ, എനിക്ക് ഈ ഫ്രീ മൈൻഡ് ആയിട്ട് നടക്കണോ ഇഷ്ടം? അച്ഛൻ ഊളാണ് അച്ഛൻ. അയ്യേ, എന്താണത് മീൻചാറാ? എന്തായാലും ആയിട്ടില്ല, അടുപ്പിലത്തേക്ക് കൊളുത്തണുള്ളൂ. എടിയാ ഇഞ്ചൽ മോളെ, നീ വെറുതെ നടക്കണേ. എന്താ? എന്നാ അപ്പുറത്ത് പോയി നിന്നാ കുട്ടി പാന്ത്. അയ്യേ, വാഴക്ക് 2 നില കുറവാ. പ്രോബ്ലംസ് ഒന്നുമില്ല. ഒരു 5-6 കുരുമുളക് എടുത്തിട്ടേ ഇത്തിരി ചെറുനാരങ്ങ പിടിച്ചിട്ട് തിളക്കുമ്പോ വെള്ളത്തിലേക്ക് ഇട്ടേരി. സന്ധ്യാവേ, എന്തോ കുടലെങ്ങനെ ഫ്രഷ് ആണ്? ഒന്ന് നോയിക്കോട്ടെ. സംഗതി ഫ്രഷ് ആണ്, പക്ഷെ പശുവിനല്ല കാളേനാ. അത് നിനക്കെങ്ങനെ അറിയാം? പശുവിന്റെ കുടലിന്റെ ഇടന്ന് കാളാൻ വല്ല സാധനം കിട്ടിയാ നിന്ന് പളങ്ങണ. തള്ളല്ലേ തള്ളല്ലേ. തള്ളക്കാശം തള്ളണ്ടല്ലോ. ഹലോ, അവിടെ നിന്ന് ആവശ്യത്തിന് തള്ളുണ്ട്. ഇനി കൂടുതൽ ഇങ്ങനെ തള്ളം നിൽക്കണ്ട. അതെ, അവിടെ 2 500 ബൾബ് വേണം. 500 2 ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലേ ഏട്ടാ? ട്യൂബ് ലൈറ്റ് ആടാ. ടൂൾസ് എടുത്ത് പണിയെടുത്തി പോവാ. കയ്യെന്ന് പറഞ്ഞോ പണ്ടാരണ്ട. ഞാൻ കോട്ടിക്കരി ഇളകേണ്ട കയ്യാണ്, അത് പിടിച്ച് ഓടിക്കാൻ പോണം. എന്റെ വ്യാകുല മാതാവേ, ഇതാരാ ആശാന? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടപാടെ ഇതാരാണെന്ന് മനസ്സിലായ? ഡാഡി. ഞാൻ മുണ്ടാണ്ടിരി. ഇതാരാണെന്ന് മനസ്സിലായി? ഇതിന്റെ ആശാനാണ്. പണ്ടാരങ്ങളെ, എല്ലാരും വന്ന് ആശാന്റെ കാലയിലൂടെ അനുഗ്രഹം മേടിക്കണം. എവിടെന്നെങ്കിലും ഒരു കുശലുള്ള അല്ലെങ്കിൽ വേണ്ട. ആശാൻ എന്റെ മുഖത്ത് ഞാൻ ചത്താലും കുഴപ്പമില്ല. ആശാന്റെ മേൽനോട്ടത്തിൽ കുടല് കൊണ്ട് ഞാനിവിടെ 7 നിലയുള്ള ഒരു താജ്മഹൽ. അപ്പൊ നിന്റെ കൂടെ ഞാനും കൂടും. Daddy, you got 10 rupees change, Daddy? My son, I am totally broke. Oh my God. ആശാന്റെ മോനാണ് ഐജിമ്മൻ. Why doubt? അയ്യോ, അന്നാ അഞ്ഞൂന്റെ ബൾബ് വേണ്ട, ട്യൂബ് മതിയട്ടാ. പറയായിരുന്നില്ല? ഞാൻ കാലത്ത് പറഞ്ഞായിരുന്നാ? എന്നെ വെക്കാൻ പഠിപ്പിച്ച ദൈവമാണിത്. My dear, you stay here. Today, നമ്മൾ രണ്ടാളും ചേർന്ന് കുക്ക് ചെയ്യാൻ പോകും. He is my best decision. നമസ്കാരം ആശാട്ടേ. ഓറി, ഈ വാഴയ്ക്ക് ഒരു നനവുറവുണ്ടല്ലോ. ഞാൻ പറഞ്ഞാണ് നനവുറവുണ്ടെന്ന്. കുറവില്ലേ? കുറവുണ്ട്. എന്താ അമ്മ? നീ എന്തിനാ ഇങ്ങനെ മോൻ കയറ്റി പിടിച്ച് നടക്കുന്നത്? എടാ ചിഞ്ചിലു, തമ്പിച്ചേട്ടന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കാര്യം? ഇന്നെന്റെ കല്യാണമല്ലേ? ഇന്നെങ്കിലും എന്നെ വെറുതെ വിടാൻ പാടില്ലേ? ഇന്നല്ല, നാളെ. നാളെ. ആ ചീട്ട് കൊണ്ടു കൊടുക്കണ പണി എന്നെ ഏൽപ്പിച്ചു. പോട്ടെ, എന്നെ ഏൽപ്പിച്ചാണെ ഞാൻ ചെയ്തു. നാണമില്ലേ നിനക്കിങ്ങനെ വാശി പിടിക്കാൻ? നിന്റെ സ്വന്തം പപ്പയല്ലേ? പോയി സോറി പറഞ്ഞേ. നല്ലൊരു ദിവസം നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കി? പപ്പയല്ലേ പ്രശ്നം ഉണ്ടാക്കി? ഒന്ന് പതുക്കെ. വിനീതേ, 1 മിനിറ്റ് വരാം. അല്ല, ആ ഫോട്ടോഗ്രാഫേഴ്സ് പിള്ളേര് താഴെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ചിഞ്ചുരു ചെല്ല്. വേഷം കിട്ടാതെ ചെല്ല്. എടാ ഒന്ന് സോറി പറയടാ പ്ലീസ്. എടാ, എയർപോർട്ടിലേക്ക് പോയ വണ്ടി എന്തായെന്ന് ചോദിച്ചു. എയർപോർട്ടൊക്കെ എപ്പോഴേ എത്തിയോ?